ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ മത്സരം നടക്കുക. മുഹമ്മദ് സല, ഒമർ മർമൂഷ് തുടങ്ങിയ താരങ്ങളെയാണ് അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരുന്നത്. പക്ഷേ മെസ്സിയും സംഘവും ഇപ്പോൾ മികച്ച ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരൽപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെങ്കിലും അതിനെല്ലാമുള്ള ഒരു പ്രായശ്ചിത്തം ഇന്നത്തെ മത്സരത്തിൽ മെസ്സിയും സംഘവും തീർക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈജിപ്തിലെ പ്രമുഖ നടനും തിരക്കഥാകൃത്തുമായ അംർ മഹ്മൂദ് യാസിൻ കഴിഞ്ഞ ദിവസം തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകൾ വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ട്. അതായത്, ഒമർ മർമൂഷ് അർജന്റീനയ്ക്കെതിരെ ഗോളടിക്കുന്നു, അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു, അങ്ങനെ ഈജിപ്ത് അർജന്റീനയെ പരാജയപ്പെടുത്തുന്നു. അതൊരു സ്വപ്നമായി തോന്നാമെങ്കിലും അത് അസാധ്യമായ ഒന്നല്ല എന്നാണ് ഇപ്പോൾ ഈജിപ്തിലെ പ്രശസ്ത നടനായ അംർ മഹ്മൂദ് യാസിൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ കാഴ്ച വളരെയധികം മനോഹരമായിരിക്കും. ഒമർ മർമൂഷ് അർജന്റീനക്കെതിരെ ഗോൾ അടിക്കുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു, അങ്ങനെ ഈജിപ്ത് അർജന്റീനയെ പരാജയപ്പെടുത്തുന്നു. ഇതൊരു ഡ്രീമാണ്, പക്ഷെ അസാധ്യമായ സ്വപ്നമൊന്നുമല്ല. കാരണം ഈ വേൾഡ് കപ്പിലെ പല വമ്പൻ ടീമുകളും ചെറിയ ടീമുകളോട് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ശരിയാണ്, നമുക്ക് ബ്രസീലിനെ പരാജയപ്പെടുത്തിയ ഏർലിംഗ് ഹാലൻഡ് ഇല്ല, പക്ഷെ നമുക്ക് മുഹമ്മദ് സലായുണ്ട്, ഒമർ മർമൂഷ് ഉണ്ട്. ലോകത്തിലെ വലിയ കരുത്തുറ്റ ടീമുകൾക്കെതിരെ ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന താരങ്ങളാണ് അവർ. അതുകൊണ്ട് തന്നെ അർജന്റീനയെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ ഒന്നല്ല. ഇതാണ് അവിടുത്തെ നടൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒമർ മർമൂഷും സലായും ഒക്കെ തിളങ്ങിയാൽ അർജന്റീനയെ പരാജയപ്പെടുത്താൻ കഴിയും, അത് മനോഹരമായ ഒരു കാര്യമായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയെ തോൽപ്പിക്കുക എന്നുള്ളത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും. അതിനവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.